പ്രിയപ്പെട്ടവരെ, ഈ ലക്കം ആഴ്ചവട്ടം ചർച്ച ചെയ്യുന്നത് സംസ്ഥാന ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തെയും അതിനെ തുടർന്ന് ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന തികച്ചും ആഭാസകരമായ ചില നാടകങ്ങളെയും സംബന്ധിച്ചാണ്. തെരുവുകളിൽ തൻ്റെ ഭരണഘടനാ പദവിയെല്ലാം മറന്ന് ഗവർണർ കേരളത്തിൽ തനിക്ക് വലിയ സുരക്ഷാ പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ആണോ എന്ന് തന്നെ നാം അനുമാനിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ആഭാസങ്ങൾ കാണിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇതിലേക്ക് കൂടുതൽ വിശദമായി ഇതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. നയപ്രഖ്യാപന പ്രസംഗമെന്നത് ഗവർണറുടെ ഭരണഘടനാ ബാധ്യതയാണെന്നത് യാതൊരു വിശദീകരണവും ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. അത് ഒരു വരി വായിച്ചാലും മുഴുവൻ വായിച്ചാലും ഇനി ആദ്യ ഭാഗവും അവസാന ഭാഗവും വായിച്ചാലും എല്ലാം അത് പൂർണ്ണമായി വായിച്ചതായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. നേരത്തെ 1982 അന്നത്തെ ഗവർണറായിരുന്ന ജ്യോതി വെങ്കിടാചലം നയപ്രഖ്യാപന പ്രസംഗം ഏതാണ്ട് 6 മിനിറ്റ് മാത്രം വായിച്ച് അവസാനിപ്പിച്ച ചരിത്രവും കേരള നിയമസഭയുടെ മുമ്പിലുണ്ട്. ആ നയപ്രഖ്യാപന പ്രസംഗം പാസ്സാക്കുന്നതിനാണ് പിന്നീട് അക്കാലത്ത് AC ജോസ് കാസ്റ്റിംഗ് വോട്ട് ചെയ്ത സംഭവവും എല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ്, പലർക്കും ഓർമ്മയുണ്ടാകും. നയപ്രഖ്യാപനം വായിക്കുന്നതിന് ആരിഫ് മുഹമ്മദ് ഖാനോളം യോഗ്യത നേടിയ ഒരാൾ ഈ ലോകത്ത് ഭൂമിയിൽ ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല അദ്ദേഹത്തെ സർക്കാരിൻ്റെ നയപ്രഖ്യാപനം പ്രസംഗം അവതരിപ്പിക്കുന്നതിന് ഏൽപ്പിച്ചിരിക്കുന്നത്. ഭരണഘടനയിൽ അത് നിർവഹിക്കേണ്ടത് സംസ്ഥാന ഗവർണറാണെന്ന് കൃത്യതയോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാന് ഇത് ഏൽപ്പിക്കാനിടയായത്. അത് അദ്ദേഹത്തിൻ്റെ ഭരണഘടനാ ബാധ്യത തന്നെയാണെന്ന് കാണേണ്ടതുണ്ട്. അദ്ദേഹം ഇതെല്ലാം ഏതാണ്ട് ഒരു കുട്ടികളി പോലെയാണ് ഇതിനെയെല്ലാം സമീപിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം തന്നെ അറിയിപ്പ് കൊടുത്ത് സമൻസ് അയച്ച് വരുത്തിയ MLA-മാരുടെ ഈ വർഷത്തെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം ആ MLA-മാരോട് കേവലം 1 മിനിറ്റ് മാത്രം അദ്ദേഹം അഭിസംബോധന ചെയ്യാൻ അദ്ദേഹം സന്നദ്ധനായത് അതുകൊണ്ട് മാത്രമായിരിക്കും. താൻ നിരന്തരം ഇകഴ്ത്തിക്കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേരള സംസ്ഥാനത്തിൻ്റെ വികസന നേട്ടങ്ങൾ അതെല്ലാം ഉൾക്കൊള്ളുന്നൊരു നയപ്രഖ്യാപന പ്രസംഗം ഉറക്കെ വായിക്കാൻ അദ്ദേഹത്തിന് ഒരുപക്ഷെ മനസ്സനുവദിക്കുന്നുണ്ടാവില്ല. അത്തരമൊരു ജാള്യത അദ്ദേഹത്തെ നയിക്കുന്നുണ്ടാകും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഈ നയപ്രഖ്യാപനം അവസാന ഭാഗം മാത്രം വായിച്ച് അവസാന പാരഗ്രാഫ് മാത്രം വായിച്ച് നിർത്തുന്നതിനിടയായത്. നേരത്തെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ സംസ്ഥാനത്തിനെതിരായ പല ചെയ്തികളും നമ്മുടെ മനസ്സിൽ ഈ ഘട്ടത്തിൽ ഉയർന്നു വരും എന്നുള്ളത് ഉറപ്പാണ്. പഞ്ചാബിനെ മറികടന്ന് കേരളം മയക്കുമരുന്നിൻ്റെ നാടായി മാറിയിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം തട്ടിവിടുകയുണ്ടായി. നേരത്തെ മദ്യവും ലോട്ടറിയുമാണ് കേരളത്തിൻ്റെ പ്രധാന വരുമാന മാർഗമെന്നും ഗവർണർ ആവർത്തിച്ച് നിലമറന്നുകൊണ്ട് പ്രതിപാദിക്കുന്ന സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അത്തരം പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങളും എല്ലാം ഒരു വസ്തുതക്ക് നിരക്കാത്തതാണ് അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രതികരണങ്ങൾ, അഭിപ്രായ പ്രകടനങ്ങൾ എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായി കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ അതെല്ലാം തെളിയിക്കപ്പെട്ടിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതും നാം കണ്ടതാണ്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രബുദ്ധമായ കണ്ണൂർ ജില്ലയെ ക്രിമിനൽ ജില്ലയെന്ന് അധിക്ഷേപിച്ചതും ഇതേ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ്, ഇതേ ഗവർണർ തന്നെയാണ് എന്നും നമുക്ക് കാണാനാവും. അദ്ദേഹം LDF സർക്കാരിനോട് ഏറ്റുമുട്ടുന്നത്, സംസ്ഥാന ഗവൺമെൻറ്റിനോട് ഏറ്റുമുട്ടുന്നത് ഡൽഹിയിലിരിക്കുന്ന തൻ്റെ രാഷ്ട്രീയ യജമാനന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. RSSൻ്റെ തലവനെ മോഹൻ ഭഗവതിനെ അങ്ങോട്ട് ചെന്ന് പലവട്ടം കണ്ടിട്ട് പോലും അദ്ദേഹം ചിലപ്പോൾ ആഗ്രഹിച്ചത്, ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ആഗ്രഹിച്ചത് ചിലപ്പോൾ പൂർണ്ണമായി ഇതുവരെ ലഭിച്ചിട്ടുണ്ടാവില്ല.
അതിൻ്റെ പ്രത്യേകമായ മാനസികാവസ്ഥയിൽ അദ്ദേഹം കേരളത്തോട് തട്ടിക്കയറുകയാണ്. കേരളത്തിൻ്റെ പടലിക്ക് കയറുന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. നേരത്തെ അദ്ദേഹം സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ തനിക്ക് തൻ്റെ പ്രീതി നഷ്ടപ്പെട്ടുവെന്നും അതിനാൽ ബാലഗോപാൽ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നും മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയ അനുഭവവും നമ്മുടെ മുമ്പിലുണ്ട്. മുഖ്യമന്ത്രി മന്ത്രിയായി നിയമിക്കാൻ കത്ത് നൽകിയ സജി ചെറിയാൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് വൈകിപ്പിക്കുന്നതിനുള്ള ചില നാടകീയ രംഗങ്ങളും സൃഷ്ടിക്കുന്നതിന് ഗവർണർ മുമ്പ് നേരത്തെ ശ്രമം നടത്തിയതും കേരളത്തിൻ്റെ ഓർമ്മയിലുള്ളതാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ നയപ്രഖ്യാപന പ്രസംഗത്തിലെ പരാമർശം ഒഴിവാക്കിയില്ലെങ്കിൽ താൻ സഭയെ അഭിസംബോധന ചെയ്യില്ലെന്ന് പറഞ്ഞ് 2020 ഇതേ ആരിഫ് മുഹമ്മദ് ഖാൻ ചില നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കാൻ പുറപ്പെട്ടതും നാം കണ്ടിട്ടുണ്ട്. അതേ നയപ്രഖ്യാപന പ്രസംഗം ഗവർണറെ കൊണ്ട് വായിപ്പിച്ച ചരിത്രവും അനുഭവവുമാണ് കേരളത്തിലുള്ളത് എന്നുള്ളതും വസ്തുതയാണ്. ഭരണഘടനയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും എല്ലാം സംരക്ഷകനാകേണ്ട ആളാണ് ഗവർണർ. അദ്ദേഹം സർക്കാരിനെ തന്നെ അട്ടിമറിക്കുന്നതിനാണ് ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ എപ്പോഴും ഏത് നിലയിലും മാധ്യമങ്ങളിലെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടി എന്ത് കോപ്രായവും കാണിക്കാൻ മടിയില്ലാത്ത ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് അദ്ദേഹം തന്നെ സ്വന്തം ചെയ്തികളിലൂടെ തെളിയിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് നേതാവിൻ്റെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് പരസ്യമായിട്ട് തന്നെ പറയാനും കേന്ദ്രത്തിന് കത്തെഴുതി വാർത്താ തലക്കെട്ടിൽ ഇടം നേടുന്നതിനും ഒക്കെ അദ്ദേഹം നടത്തിയ നീക്കങ്ങളും ഈ നാടിൻ്റെ ഓർമ്മയിലുണ്ട്. പിന്നീട് ആ കത്തിനെ സംബന്ധിച്ച് ആരും ഒരു ഘട്ടത്തിലും ചർച്ച ചെയ്യുന്നത് പിന്നീട് നാം കണ്ടില്ല. SFIക്കാർ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഉയർത്തിയ ബാനർ അതെല്ലാം അഴിച്ചു മാറ്റുന്നതിനും അതുപോലെ തന്നെ എല്ലാം അദ്ദേഹം നടത്തിയിട്ടുള്ള കോപ്രായങ്ങൾ നാം കണ്ടതാണ്. അതുപോലെ കോഴിക്കോട് ചരിത്രപ്രധാനമായ മിഠായി തെരുവിലേക്ക് ചാടിയിറങ്ങി എന്നിട്ട് കടകൾ തോറും കയറിയിറങ്ങി ആ മിഠായി തെരുവിൽ നിന്ന് അലുവ വാങ്ങി നുണഞ്ഞതും അതും എല്ലാം വാർത്ത ഉണ്ടാക്കുന്നതിനല്ലാതെ മറ്റൊന്നിനുമല്ല. ഇത്തരത്തിലുള്ള ചില പൊറാട്ട് നാടകങ്ങളിലൂടെ വാർത്ത സൃഷ്ടിക്കാനല്ലാതെ ഒരു പ്രയോജനവും കേരളത്തിന് ഈ ഗവർണറെ കൊണ്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കൂടുതൽ ബോധ്യമായിരിക്കുന്നത്. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് മുഖം കൊടുക്കാതെ ഒഴിഞ്ഞു മാറുന്ന തരത്തിൽ പെരുമാറിയതും നമ്മുടെ അനുഭവത്തിലുള്ളതാണ് സമീപകാലത്ത്. എന്നിട്ടും ഗവർണറെ ഇത്തരം നിലപാടെല്ലാം സ്വീകരിച്ചിട്ടും നല്ല നിലയിൽ ബൊക്ക നൽകി അങ്ങേയറ്റത്തെ ഉപചാരപൂർവമാണ് സംസ്ഥാന ഗവൺമെൻറ് ആരിഫ് മുഹമ്മദ് ഖാനെ സ്വീകരിച്ചത് എന്നുള്ളതും നാട് കണ്ടതാണ്. ബില്ലുകളിൽ തീരുമാനമെടുക്കാത്ത ഗവർണർക്ക് സുപ്രീം കോടതി പോലും മുന്നറിയിപ്പ് നൽകുന്ന നിലയുണ്ടായി. അതിരൂക്ഷമായ ഭാഷയിലാണ് സുപ്രീം കോടതി ഗവർണറെ അക്കാര്യത്തിൽ വിമർശിച്ചത്. ഇവിടെ നയപ്രഖ്യാപന പ്രസംഗം എന്നത് ഒരു പുതിയ വർഷത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നയമെന്താണെന്ന് കൃത്യമായി വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് സർക്കാരിൻ്റെ നയപ്രഖ്യാപനം എന്നത്. സംസ്ഥാന സർക്കാർ തയ്യാറാക്കുന്ന അത്തരത്തിലുള്ള നയപ്രഖ്യാപനം സംസ്ഥാനത്തിൻ്റെ ഭരണനിർവഹണത്തിൻ്റെ ഭരണഘടനാപരമായ വ്യവസ്ഥയനുസരിച്ച് തലവനെന്ന സ്ഥാനത്തിരിക്കുന്ന ഗവർണറാണ് നിയമസഭയിൽ അത് വായിച്ച് അവതരിപ്പിക്കുന്നത്. പുതിയ വർഷത്തിലെ ആദ്യം ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഗവർണർ നയപ്രഖ്യാപനം അവതരിപ്പിക്കുക എന്നതാണ് ഇന്നോളം എല്ലാ സംസ്ഥാനത്തുമുള്ള കീഴ്വഴക്കങ്ങൾ. ഭരണഘടനാ വ്യവസ്ഥയുമാണത്. കേരളത്തിൻ്റെ 19ാമത്തെ ഗവർണറായി ഇപ്പോൾ ചുമതലയിലിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ തൻ്റെ മുൻഗാമികളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തനായി പെരുമാറുന്നതും അതുപോലെ തന്നെ ഭരണഘടനാ പദവിയെല്ലാം മറന്ന് പ്രോട്ടോക്കോൾ എല്ലാം മറന്ന് വഴിവിട്ട് നാടകം കളിക്കുന്നതും RSS അജണ്ടയിൽ നിന്നുകൊണ്ടാണ്. RSSൻ്റെ അജണ്ട, സംഘപരിവാറിൻ്റെ അജണ്ട കൃത്യമായി നടപ്പിലാക്കുന്നതിനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് എല്ലാവരും ഈ കേരളത്തെ നാടിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ട കാര്യമാണ്. സംസ്ഥാനങ്ങളെയെല്ലാം ഏതാണ്ട് ഒരു ആശ്രിത നാടുകളായി കാണുന്ന ഫ്യൂഡൽ പ്രമാണിത്വമാണ്, അത്തരമൊരു പ്രമാണിത്വ ബോധമാണ് സംസ്ഥാനത്ത് ഈ സംഘപരിവാരുകാരെയെല്ലാം RSSനെയും സംഘപരിവാറിനെയെല്ലാം നയിക്കുന്നത്.
അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അവരുടെയെല്ലാം സംഘപരിവാറിൻ്റെ ഒരു ചട്ടുകം എന്ന നിലയിലാണ് ഗവർണർ ഈ കോപ്രായങ്ങളെല്ലാം കേരളത്തിൽ ഇപ്പോൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വലിയ വിശദീകരണമൊന്നുമില്ലാതെ ജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ബോധ്യമായിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് ഈ സംഘപരിവാറിൻ്റെ ഈ അജണ്ടക്കനുസരിച്ച് കേരളത്തെ ദുർബലപ്പെടുത്തുന്നതിനും നാടിൻ്റെ നന്മകളെ ഇല്ലാതാക്കുന്നതിനും സംസ്ഥാന സർക്കാരിനെയും കേരളത്തെയുമെല്ലാം അങ്ങേയറ്റം അവമതിക്കുന്ന വിധത്തിലുമുള്ള ഗവർണറുടെ ഇത്തരം നീക്കങ്ങൾക്കെതിരായി കേരളം എല്ലാ കക്ഷി പരിഗണനകൾക്കും അതീതമായി കേരളീയർ എന്നുള്ള നിലയിൽ മുന്നോട്ട് വന്ന് അതിശക്തമായി ഒറ്റ മനസ്സാലെ പ്രതിഷേധിക്കേണ്ട സന്ദർഭമാണിത്. ഇതിനെതിരായി നിലപാട് സ്വീകരിക്കേണ്ട സന്ദർഭമാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു.